നിലമ്പൂരിലേക്ക് തന്നെ പോകണം. നിലമ്പൂർ അംഗം ആരംഭിച്ചു കഴിഞ്ഞു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് BJP സ്ഥാനാർത്ഥിയുടെ ദൃശ്യങ്ങളാണ്. രാവിലെ തന്നെ രണ്ട് LDF UDF സ്ഥാനാർത്ഥികൾ, രണ്ട് സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമൊന്നുമല്ല. കഴിഞ്ഞ തവണ 5000-ന് ഏതാണ്ട് 5000-ന് മുകളിൽ അല്പം 5000-ത്തോടൊപ്പം കൂടിയ വോട്ട് മാത്രം വാങ്ങി മാറിയ ഒരു മണ്ഡലമാണ്. അവിടെ അതിനപ്പുറത്തൊരു വോട്ടിംഗ് ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ചില ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ BJP ഇത്തവണ വലിയ ചടുലമായ പ്രചരണ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചിരുന്നു. അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണുകയാണ്. ഒരു 10000 അതിന് മുകളിൽ ഉള്ള വോട്ടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു തെരച്ചിലാണ് BJP എന്നുള്ളതാണ്. BJP സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും വോട്ട് ചെയ്ത് മടങ്ങി. കുടുംബമായാണ് BJP സ്ഥാനാർത്ഥിയും ഇവിടെ എത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോൾ 20% പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആദ്യ 3 മണിക്കൂറിൽ തന്നെ 1/5 ആളുകൾ 20% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഈ മഴയൊക്കെ പേടിച്ച് മഴയുടെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി പല വോട്ടർമാർക്കുമുണ്ട്. പ്രതികൂല കാലാവസ്ഥ യിലും വോട്ടർമാർ നീണ്ട നിര ബൂത്തുകളിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതും നിർണായകമാണ്. M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. മാനവേദൻ സ്കൂളിലെ ബൂത്ത് പരിസരത്ത് വോട്ട് ചോദിച്ചെന്ന് ആരോപിച്ച് UDF LDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തിക്കാൻ CV അനുമോദും VV അരുണും MS അനീഷ് കുമാറും തയ്യാറാണ്. അനുമോദ് നിൽക്കുന്ന സ്ഥലത്താണ് BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി തന്നെ തൻ്റെ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഈ 3 സ്ഥാനാർത്ഥികൾക്കും തങ്ങളുടെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ വോട്ട് ഉണ്ടാവുക എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. നേരത്തെ സ്വരാജൊക്കെ മത്സരിച്ചപ്പോൾ, തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചപ്പോൾ സ്വരാജിൻ്റെ വോട്ട് ഈ നിലമ്പൂരിലായിരുന്നു. വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്വരാജിനും തൻ്റെ മണ്ഡലത്തിൽ തൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ സാധിച്ചു, തനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. BJP സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത്. രാവിലെ അൻവർ മാധ്യമങ്ങളെ കണ്ടു, ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളെ കണ്ടു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്വരാജും മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. എന്നാലും നമുക്കിനിയും കാത്തിരുന്ന് കാണണം എന്താണ് ജനം വിധി എഴുതുക. അതിന് 2 ദിവസത്തെ കാത്തിരിപ്പുണ്ട്. ഇന്നിപ്പോൾ വോട്ടിംഗ് പൂർത്തിയാകുന്നു. 23 തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ രാവിലെ മുതൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ സ്ഥാനാർത്ഥികളുടെ ദൃശ്യങ്ങളും മറ്റുമാണ്. നമുക്കിനിയും TG സൈത്തിലേക്ക് ഒന്ന് പോകണം. നമ്മുടെ പ്രതിനിധികൾ അവിടെ തുടരുന്നുണ്ട് എങ്കിൽ പോലും സൈത്ത് ഈ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ UDFന് ഏതാണ്ട് ഒരു മേൽക്കൈയുള്ള മണ്ഡലം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം UDFന് മുസ്ലിം ലീഗിനൊക്കെ ശക്തമായ വോട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ സ്വരാജ് കളത്തിൽ വരുന്നു, അൻവർ സ്വതന്ത്രനാകുന്നു. അന്ന് മുതൽ വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ കടന്നു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയാലും നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജനം നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ആരെ തുണയ്ക്കണം, ആർക്കൊപ്പം വോട്ട് ചെയ്യണം. വിഷയങ്ങളൊക്കെ അവർ ഒരുപക്ഷെ സൈഡ് ലൈൻ ചെയ്ത് അവരുടെ മനസ്സിലുള്ള സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് പതിവ്. ഇത്തവണ നമ്മുടെ ഈ നിലമ്പൂരിൻ്റെ ഒരു പൊതു സ്വഭാവം നമുക്കൊന്ന് പരിശോധിക്കണം. 2,32,000 വോട്ടർമാരുള്ള ഒരു സ്ഥലത്ത് ഏതാണ്ട് ഒരു 77% വരെയൊക്കെ പോളിംഗ് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു 60,000 65,000 വോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 70,000-ത്തിനടുത്ത് വോട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ജയിച്ച് കയറാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം. അവിടെ ഇത്തവണ അൻവറിൻ്റെ സാന്നിധ്യം തന്നെയല്ലേ ശ്രദ്ധേയം. അൻവറും LDFും കൂടി ചേർന്നപ്പോഴാണ് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയത്തിലേക്ക് കാര്യങ്ങൾ LDFിനൊപ്പം എത്തിയത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. അൻവറിന്റെ സാന്നിധ്യം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഏറ്റവും സങ്കീർണമാക്കുന്നത്, ശ്രദ്ധേയമാക്കുന്നത്. കാരണം അൻവർ എന്ന 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും വ്യത്യസ്തമായ ശക്തനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നു. അദ്ദേഹം കടന്നു വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രത്തിൻ്റെ സ്ഥിതിഗതികളിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ അൻവർ സ്വാധീനിക്കുന്ന വോട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നതിൽ ഒരു തർക്കമില്ല. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഫാക്ടർ അൻവർ
എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് രാവിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച അൻവറിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. 70,000-ൽ പരം വോട്ടുകൾ നേടുമെന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതായത് വിജയം തനിക്കൊപ്പം എന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതിലേക്കെത്തുന്നത് എന്നതാണ് സാഹചര്യം. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അത് ചരിത്രമാകും. പക്ഷേ അതിലേക്കെത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിലുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് പരിശോധിക്കാം നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം എന്താണ് അവിടുത്തെ ഭൂപ്രകൃതി, എന്താണ് അവിടുത്തെ ജനങ്ങൾ, പ്രാദേശിക പഞ്ചായത്തുകളുടെ സാഹചര്യം എന്തെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിലേക്ക് വരുമ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ്? അതായത് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നവർ 2,32,381 പേരാണ്. ഇതിൽ പുരുഷന്മാർ 1,13,613 പേരുണ്ട്. വനിതാ വോട്ടർമാർ 1,18,760 പേരുണ്ട്. സൈത്ത്, നമുക്ക് കണക്കിലേക്ക് ഒന്ന് പോകണം. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാക്കുകളിലേക്ക്. BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം വന്നിട്ടുള്ളത് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചെറുപ്പക്കാർക്ക്, എക്സ് മിലിറ്ററിക്കാർക്ക്, അതേപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക്, നാനാജാതി മതങ്ങൾക്ക്, നാനാ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ. അത് നരേന്ദ്രമോദിജിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ. ഇതെല്ലാം ജനങ്ങൾ വിവരമുള്ള ആൾക്കാരില്ലേ, ആ രീതിയിൽ മനസ്സിലാക്കി. അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക്, മോദിജിയുടെ കാര്യങ്ങൾക്ക് ശക്തി നൽകുവാൻ എനിക്കറിയില്ല, വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാറ്റം ഉണ്ടാകും, ഒരുപാട് മാറ്റം ഉണ്ടാകും. പക്ഷേ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ മഴ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അത് കവർ ചെയ്യായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയാണ് മാധ്യമങ്ങളെ കണ്ടത്. എല്ലാവരും പ്രതീക്ഷയിലാണ്. സാധാരണ പോളിംഗ് ദിവസം ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് സ്ഥാനാർത്ഥികൾക്കൊക്കെ. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതിയുണ്ട്. ജയം അനീഷ് കുമാർ, MS അനീഷ് കുമാർ, അവിടെ അനുമോദ്, CV അനുമോദ് ഉണ്ട്. അനുമോദ്, നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പോളിംഗ് ദിവസങ്ങളിലും ഇത്തരത്തിൽ ജയമല്ലാതെ മറ്റൊന്നും ആരും ലക്ഷ്യം വെച്ചല്ലല്ലോ ഇറങ്ങുന്നത്. പക്ഷേ അസാധ്യമായതുപോലും സാധ്യമാണ് എന്ന് പറഞ്ഞ് മടങ്ങുന്നവരുമൊക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ നിലമ്പൂരിൻ്റെ ഒരു പൊതുസ്ഥിതിയിൽ എന്ത് സാന്നിധ്യമാണ് BJP സ്ഥാനാർത്ഥി, അതും മറ്റു പാർട്ടിയിൽ നിന്ന് വന്ന ആൾ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രതീക്ഷ BJP ബാക്കി വെക്കുന്നുണ്ടോ അവിടെ? രഞ്ജിത്ത്, BJPക്ക് മോഹൻ ജോർജിലൂടെ ലക്ഷ്യമിടുന്നത് മലയോര മേഖലയിലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഭൂരിപക്ഷം ഒരു വോട്ട് തന്നെയാണ്. ഇതുവരെ മാറി ചിന്തിക്കാത്ത ഒരു വിഭാഗത്തിലേക്ക് കടന്നു കയറുവാൻ മോഹൻ ജോർജിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് BJP പങ്കുവച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടുകൾ അത് എത്രത്തോളം വരും എന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണയായിട്ടുള്ള കണക്ക് പരിശോധിച്ചാൽ 2016 നിന്നും 12,000 നിന്നും 2021 എത്തിയപ്പോൾ അത് 8,500 താഴേക്കായി കുറഞ്ഞു. സ്വാഭാവികമായിട്ടും വോട്ടിങ്ങിൽ വന്ന ഈ കുറവ് അത് ഇത്തവണ എത്രത്തോളം മാറ്റം വരുമെന്നുള്ള കാര്യം BJPക്ക് ഭൂരിപക്ഷം, അതായത് ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മലയോര മേഖലയിൽ നിന്നും സാധാരണഗതിയിൽ UDFിലേക്ക് പോകുന്ന വോട്ടുകൾ വരികയാണെങ്കിൽ BJPയുടെ സ്ഥിരം വോട്ടുകൾ അല്ലെങ്കിൽ BJPക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന വോട്ടുകൾ ഇത്തവണ ഗതി മാറുമോ എന്ന ഒരു ആശങ്കയുമുണ്ട്. പല തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട്. അതിൽ വർഗീയ പ്രചാരണങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ UDF ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം BJPയുടെ വോട്ടുകൾ അത് ഇടതുപക്ഷത്തേക്ക് ചായുമോ എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ഥാനാർത്ഥി അവരുടെ ജാതിയും മതവും തിരിച്ചുള്ള പ്രചാരണം തന്നെയാണ്. അത്തരത്തിൽ BJPക്ക് സ്ഥിരമായി ലഭിക്കുന്ന വോട്ട് ബാങ്കിൽ വലിയ ഒരു ശതമാനം ഇടതുപക്ഷത്തേക്ക് വഴിമാറുന്നതിൻ്റെ കാരണമായി UDF ആരോപിക്കുന്നതും വഴിമാറുമെന്ന് പറയുന്നതിൻ്റെ കാരണമായി UDF ആരോപിക്കുന്നതും